സർക്കാരിനും കെ.എസ്.ഇ.ബിക്കും നഷ്ടങ്ങളേറെയുണ്ടാക്കിയ പദ്ധതിയാണ് 213 കോടി രൂപ ചെലവിൽ പുതിയ രൂപത്തിൽ വരുന്നത്. 1994 കോയമ്പത്തൂർ ആസ്ഥാനമായ സിൽക്കൻ മെറ്റാലജിക് കമ്പനിക്ക് പദ്ധതി നടപ്പാക്കാനായി ബാൾട്ടർ സിസ്റ്റത്തിൽ വൈദ്യുതി നൽകിയത് 12 വർഷം. അതും യൂണിറ്റിന് 9 രൂപ ഉണ്ടായിരുന്ന കാലത്ത് വെറും 3 പൈസ നിരക്കിൽ. കമ്പനി ഭൂതത്താൻകെട്ടിൽ പ്രവൃത്തി നടത്തിയതാകട്ടെ 1 വർഷവും. ഇപ്പോൾ കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മുതലുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ. അതിപ്പോൾ 3-4 ടെൻഡർ കഴിഞ്ഞു, ഇതുവരെ നേരെ ആയിട്ടില്ല. ഈ തവണ ഞങ്ങൾ ടെൻഡർ പൊട്ടിക്കാനുണ്ട്. കമ്പനി ഏറ്റെടുത്ത് പോയി കമ്പനി നടത്തിയതും നമ്മുടെ സർക്കാരും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിൽ ഈ കമ്പനിക്ക് എന്തോ നല്ലൊരു തുക കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥനായില്ല. പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി നൽകിയതിലുള്ള തുക തിരിച്ചുപിടിക്കാൻ പോലും അധികൃതർ മെനക്കെട്ടില്ല. കൂടാതെ കമ്പനി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ കേസും. കോടതിയുടെ അനുമതിയില്ലാതെ പുതിയ പ്രവൃത്തി ആരംഭിക്കാനുമാവില്ല. പുതിയ പ്രവൃത്തി എന്ന നിലയിൽ പരിസ്ഥിതി ലോല പഞ്ചായത്തായതിനാൽ പുതിയ നിയമങ്ങളും പദ്ധതിക്ക് ബാധകമാകും. പരിസ്ഥിതി ആഘാത പഠനം നിർബന്ധം. 50 മീറ്റർ ആഴമുള്ള കനാലിന്റെ ആഴം 30 മീറ്റർ കൂടി വർദ്ധിപ്പിക്കാൻ പാറ പൊട്ടിക്കേണ്ടി വരുമെന്നതടക്കമുള്ള വിഷയങ്ങൾ ഇതിനനുബന്ധമാണ്. ചുരുക്കത്തിൽ പണമനുവദിച്ച് പ്രവൃത്തി ഉദ്ഘാടനം തിരക്കിട്ട് നടത്തിയാലും നിർമ്മാണം ആരംഭിക്കാൻ കാലം കുറെയെടുക്കുമെന്ന് വ്യക്തം. ഭരണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയുടെ പ്രതീകമാണ് 27 വർഷമായി ഇവിടെ കിടക്കുന്ന ഈ ടർബൈൻ. ഇത് തന്നെയാണ് ശുഭകരമായി കാണേണ്ട ഒരു നിർമ്മാണോദ്ഘാടനത്തിന്റെ നിറം കെടുത്തുന്നതും. ഭൂതത്താൻകെട്ടിൽ നിന്നും ക്യാമറമാൻ സ്റ്റാലിനൊപ്പം ഇർഷാദ് പടന്ന, മീഡിയ 1.